പിന്നീട് വന്നിട്ട് താഗുഷി മെത്തേഡ് നമുക്ക് പഠിക്കാം. അപ്പൊ ഫുൾ ഫാക്ടോറിയൽ ഡിസൈന് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫുൾ ഫാക്ടോറിയൽ ഡിസൈൻ അപ്പോൾ ചെറിയ ചെറിയ എക്സ്പെരിമെന്റുകളാണ്, 2 ഫാക്ടേഴ്സേ ഉള്ളൂ. ഓക്കെ, അതിന് ഓരോ ഫാക്ടേഴ്സിന് 2 ലെവൽസേ ഉള്ളെങ്കിൽ 2² നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് എക്സ്പെരിമെന്റ് 4 എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്താൽ മതി. അപ്പോഴും നമ്മൾ താഗുഷി മെത്തേഡ് ഒന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഫുൾ ഫാക്ടോറിയൽ ഡിസൈൻ അപ്ലൈ ചെയ്ത് നമുക്ക് അതിൽ നിന്ന് റിസൾട്ട് ഒബ്റ്റെയിൻ ചെയ്താൽ മതി. ഓക്കെ, സോ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് സൈമൾട്ടേനിയസ് ആയിട്ട് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബേസിക് മെത്തേഡാണ് എന്ത്, ഈ ഫാക്ടോറിയൽ ഡിസൈൻ. ഓക്കെ, അല്ലെങ്കിൽ ഫുൾ ഫാക്ടോറിയൽ ഡിസൈൻ. ഇറ്റ് ഈസ് എഫിഷ്യന്റ് ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ് when number of experiment is less, number of experiments 4, വളരെ ഈസി ആയിട്ട് കണ്ടക്ട് ചെയ്യാം. ആൻഡ് ഇറ്റ് ഈസ് എ വൈഡ്ലി യൂസ്ഡ് പ്രോസസ്. കാരണം ടാഗുഷി മെത്തേഡിലൊക്കെ എന്താണ് അതിന്റെ സയന്റിഫിക് ആസ്പെക്ട്സിൽ കുറച്ച് ഡൗട്ട്സ് വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ 4 നമ്പർ ഓഫ് എക്സ്പെരിമെന്റിന് വേണ്ടി ആരും താഗുഷി മെത്തേഡ് നമ്മൾ നടത്തത്തില്ല, പകരം ഒരു ഫാക്ടോറിയൽ ഡിസൈനെ നമ്മൾ നടത്തത്തുള്ളൂ. ഓക്കെ, സോ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ്, ഇപ്പൊ നമ്മൾ ഫാനിന്റെ കേസ് എടുത്തപ്പോൾ RPM, അതുപോലെ തന്നെ ബ്ലേഡ് പ്രൊഫൈൽ, എല്ലാത്തിനെയും മൾട്ടിപ്പിൾ ഫാക്ടേഴ്സിനെ സൈമൾട്ടേനിയസ് ആയിട്ട് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, സാധാരണ നമ്മൾ ഒരു ഫാക്ടർ അല്ല ടെസ്റ്റ് ചെയ്യുന്നത്, ഒരു സമയം ഒരു ഫാക്ടർ അല്ല, ഒരു സമയം തന്നെ എല്ലാ ഫാക്ടറും നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഓക്കെ, സോ ഇറ്റ് ഓൾസോ ഡിറ്റർമിൻസ്, ഇനി RPMവും ബ്ലേഡും തമ്മിലുള്ള ഇന്ററാക്ഷൻ എഫക്റ്റ്. ഓക്കെ, RPM ചേഞ്ച് ചെയ്താൽ ബ്ലേഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബ്ലേഡ് പ്രൊഫൈൽ ചേഞ്ച് ചെയ്താൽ എന്ത് സംഭവിക്കും? ഓക്കെ, അതാണ് ഇന്ററാക്ഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, RPMവും വേരി ചെയ്യുന്നു, ബ്ലേഡ് പ്രൊഫൈലും വേരി ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാവുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ഔട്ട്പുട്ടിൽ ഒബ്റ്റെയിൻ ചെയ്യുന്നത്? അതിനെയാണ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്, ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ വേരിയബിൾസ്. ഓക്കെ, സോ ഇറ്റ് ആൾസോ ഹെൽപ്സ് ടു ഡിറ്റർമിൻ ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ വേരിയബിൾസ്. ഓക്കെ, ഒരു സ്ട്രക്ചേർഡ് അപ്രോച്ച് ആണ്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു അപ്രോച്ച് ആണ്. ഓക്കെ, സോ മീനിങ്ഫുൾ റിസൾട്ട് ഒബ്റ്റെയിൻ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ഒരു 5 നമ്പർ ഓഫ് എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ 3225 എക്സ്പെരിമെന്റ് നിങ്ങൾ കണ്ടക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഫാക്ടോറിയൽ ഡിസൈൻ യൂസ്ഫുൾ അല്ല, നിങ്ങൾക്ക് മറ്റേതെങ്കിലും മെത്തേഡ് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ നിങ്ങളൊരു സിമ്പിൾ കേസ് നോക്കുക. നമുക്ക് അറ്റ്മോസ്ഫറിക് പ്രഷറും അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചറുമാണ് നമ്മളുടെ ഫാക്ടേഴ്സ്. പ്രഷറിനെ നമ്മൾ B എന്നും ടെമ്പറേച്ചറിനെ നമ്മൾ A എന്നും എടുത്തു. ഓക്കെ, എന്നിട്ട് അവിടെ വാട്ടർ ബോയിൽ ചെയ്യുവാണ്. ഇപ്പോൾ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് ആണ് നമ്മളുടെ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ 25 ഡിഗ്രി സെൽഷ്യസിലും അറ്റ്മോസ്ഫറിക് പ്രഷർ എത്രയാണ്? 1 ബാർ എന്ന് തൽക്കാലം കൂട്ടിക്കുക. 1 ബാർ പ്രഷറിലോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫറിക് പ്രഷറിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതെന്ന് വെച്ചോളൂ. അങ്ങനെ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്ത് വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നു. ഓക്കെ, വാട്ടർ എടുത്തോളൂ, വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എടുത്തോളൂ. ഓക്കെ, ഇനി നമ്മൾ 25 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് കൂട്ടി നിങ്ങളൊരു 50 ഡിഗ്രി സെൽഷ്യസ് ആക്കി, നോർമൽ റൂം ടെമ്പറേച്ചർ. ഓക്കെ, 50 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റി. അപ്പോൾ 1 ബാർ പ്രഷർ ആയിരുന്നത് നിങ്ങളൊരു 0.5 ബാറിലേക്ക് കൊണ്ടുപോയി. അപ്പൊ 2 ഡിഫറെന്റ് കണ്ടീഷനായി അല്ലെ, 2 ഡിഫറെന്റ് കണ്ടീഷനായി. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 50 ഡിഗ്രി 25 ഡിഗ്രി, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഹൈ വാല്യൂസിനെ പ്ലസ് എന്നും ലോ വാല്യൂസിനെ നമ്മൾ മൈനസ് എന്നും വിളിക്കുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെമ്പറേച്ചറിന് എത്ര വാല്യൂസ് പോസിബിൾ ആണ്? ഒരു ലോ വാല്യൂ പോസിബിൾ ആണ്, ഒരു ഹൈ വാല്യൂ പോസിബിൾ ആണ്. സിമിലർലി പ്രഷറിനോ ഒരു ലോ വാല്യൂ പോസിബിൾ ആണ്, ഒരു ഹൈ വാല്യൂ ഇത് നേരെ തിരിഞ്ഞു വരും. ഒരു ഹൈ വാല്യൂ പോസിബിൾ ആണ്, ഒരു ലോ വാല്യൂ പോസിബിൾ ആണ്, അപ്പോൾ ലോ വാല്യൂസിനെ റെപ്രസെന്റ് ചെയ്യാൻ മൈനസും ഹൈ വാല്യൂവിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ പ്ലസും ഉപയോഗിച്ച് ഒരു 2 ഫാക്ടർ ഡിസൈൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. 2 ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സ്ക്വയർ ഡിസൈൻ എന്ന് പറഞ്ഞാൽ 2 ഫാക്ടേഴ്സ് ഉണ്ട്, ഓരോന്നിനും 2 ലെവൽസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ 4 എക്സ്പെരിമെന്റ് കിട്ടാൻ സാധ്യതയുള്ളൂ. ആ 4 എക്സ്പെരിമെന്റ് ഏതൊക്കെയാന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് കണ്ടുപിടിക്കാൻ പോകുന്നു, പ്രഷറും ടെമ്പറേച്ചറും നമ്മൾ വേരി ചെയ്യാൻ ശ്രമിക്കുന്നു. ഓക്കെ, അതിന് നമുക്ക് വാട്ടറിന് 2 ലെവലും ടെമ്പറേച്ചറിന് 2 ലെവലും പ്രഷറിന് 2 ലെവലും വെച്ചാണ് നമ്മൾ വേരി ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സെറ്റ് ചെയ്യുന്നു 1, 2, 3, 4 4 എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ആദ്യത്തേതിൽ ടെമ്പറേച്ചർ ഏതെടുക്കുന്നു? ഇപ്പോൾ ഫസ്റ്റ് എക്സ്പെരിമെന്റ് നമുക്ക് നോക്കാം. ആദ്യത്തിൽ ടെമ്പറേച്ചർ ലോ ടെമ്പറേച്ചർ എടുക്കുന്നു, അതുപോലെ തന്നെ ലോ പ്രഷർ എടുക്കുന്നു. ഓക്കെ, രണ്ടാമത് നമ്മൾ ആ ലോ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഹൈ പ്രഷർ എടുക്കുന്നു.
മൂന്നാമത് ഹൈ ടെമ്പറേച്ചർ എടുക്കുന്നു, അവിടെ തന്നെ ലോ പ്രഷർ എടുക്കുന്നു. വീണ്ടും ഹൈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഹൈ പ്രഷർ എടുക്കുന്നു. ഇപ്പൊ 4 സെറ്റ് നമ്മൾ കവർ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, സോ ഹൈ നമ്പർ ഓഫ് എക്സ്പെരിമെന്റ്സ്. അപ്പൊ നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്ന കോളംസ് ഏതൊക്കെയാണ്? ഈ 4 കോളംസ് ഫില്ല് ചെയ്തു. ഇനി എന്താണ്, ലോ ടെമ്പറേച്ചറിന്റെ 2 സെറ്റ്, ഹൈ ടെമ്പറേച്ചറിന്റെ 2 സെറ്റ് എടുത്ത്, ലോ ടെമ്പറേച്ചറിൽ തന്നെ ലോ പ്രഷറും ഹൈ പ്രഷറും എടുത്തു, ഹൈ ടെമ്പറേച്ചറിൽ തന്നെ ലോ പ്രഷറും ഹൈ പ്രഷറും എടുത്തു. അങ്ങനെ ഈ ഒരു 4 കോമ്പിനേഷൻസ് മാത്രമേ നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റ് വരാൻ സാധ്യതയുള്ളൂ. അങ്ങനെയുള്ള എല്ലാ കോമ്പിനേഷനും നമ്മൾ ഇവിടെ എഴുതി. ഇനി നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നു. എക്സ്പെരിമെന്റ് ചെയ്തിട്ട് നമ്മൾ ഔട്ട്പുട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, ആദ്യത്തെ കേസ് ഏതൊക്കെയാ? ലോ പ്രഷറും ലോ ടെമ്പറേച്ചർ ഉപയോഗിച്ച് വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് ഒരു തെർമോമീറ്റർ വെച്ച് ഡിറ്റർമിൻ ചെയ്തു. അതിനെ നമ്മൾ എത്ര ആയിട്ട് എഴുതി? y1 ആയിട്ട് എഴുതി. ഇനി ലോ ടെമ്പറേച്ചറും ഹൈ പ്രഷർ ഉപയോഗിച്ച് ബോയിലിംഗ് പോയിന്റ് ഡിറ്റർമിൻ ചെയ്തു. അതിനെ y2 എന്ന് എഴുതി. ഇനി ഹൈ ടെമ്പറേച്ചറും ലോ പ്രഷർ ഉപയോഗിച്ച് മറ്റൊരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തു. അതിനെ y3 എന്ന് എഴുതി. ഇനി ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷർ ഉപയോഗിച്ച് മറ്റൊരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തു. അവിടുന്ന് കിട്ടിയ ബോയിലിംഗ് പോയിന്റിനെ y4 എന്ന് എഴുതി. അങ്ങനെ 4 ബോയിലിംഗ് പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പോസിബിൾ ആയിട്ടുള്ള 4 എക്സ്പെരിമെന്റ് നമ്മൾ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ എക്സ്പെരിമെന്റ് പ്ലാൻ ചെയ്തു, എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തു, റിസൾട്ട് ഒബ്റ്റെയിൻ ചെയ്തു. ഇപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ഡേറ്റയാണ്. ഓക്കെ, നമ്മുടെ കയ്യിൽ കുറച്ച് ഡേറ്റ ഉണ്ട്. ഈ ഡേറ്റയെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് റിസൾട്ട് ഇന്റർപ്രറ്റ് ചെയ്തെടുക്കുന്നതിനെയാണ് DOE എന്ന് പറയുന്നത്. ഈ ഡേറ്റ അനലൈസ് ചെയ്ത് അതിൽ നിന്ന് റിസൾട്ട്സിനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്ത് എടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെ എഫക്റ്റ് ആണ് വേണ്ടത്? മെയിൻ എഫക്റ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ. ഓക്കെ, സോ മെയിൻ എഫക്റ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചറിന്റെ ഇൻഫ്ലുവൻസ്. ഏതിലാണ്? ബോയിലിംഗ് പോയിന്റിലുള്ള ടെമ്പറേച്ചറിന്റെ ഇൻഫ്ലുവൻസ് എന്താണെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നു. നമ്മൾ അടുത്ത് ഡിറ്റർമിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് മെയിൻ എഫക്റ്റ് ഓഫ് ബി, അതായത് പ്രഷറിന് ബോയിലിംഗ് പോയിന്റിലുള്ള ഇൻഫ്ലുവൻസ് എന്താണെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നു. സോ മെയിൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫ്ലുവൻസ് ഓഫ് ടെമ്പറേച്ചർ ഓൺ ബോയിലിംഗ് പോയിന്റ്. മെയിൻ എഫക്റ്റ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫ്ലുവൻസ് ഓഫ് പ്രഷർ ഓൺ ബോയിലിംഗ് പോയിന്റ്. ഓക്കെ, ഇനി നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത് ഇന്ററാക്ഷൻ ആണ്, AB ഇന്ററാക്ഷൻ. ഓക്കെ, സോ എയുടെയും ബിയുടെയും കമ്പൈൻഡ് എഫക്റ്റ് എന്താണ്? ദ കമ്പൈൻഡ് എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അത് നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അതിനെ നമ്മൾ എന്ത് പറയുന്നത്? ഇന്ററാക്ഷൻ, അല്ലെങ്കിൽ മെയിൻ എഫക്റ്റ് എന്നല്ല പറയുന്നത്. മെയിൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എയുടെ മാത്രം എഫക്റ്റ്, മെയിൻ എഫക്റ്റ് ബി എന്ന് പറഞ്ഞാൽ ബിയുടെ മാത്രം എഫക്റ്റ്. ഇനി ഇന്ററാക്ഷൻ എഫക്റ്റ്. ഓക്കെ, എയുടെയും ബിയുടെയും കമ്പൈൻഡ് എഫക്റ്റ് എന്താണെന്ന് നമ്മൾ ഡിറ്റർമിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. ഓക്കെ, എയുടെയും ബിയുടെയും കമ്പൈൻഡ് എഫക്റ്റ് എന്താണ് ഡിറ്റർമിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ DOE ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ഒരു എക്സാമ്പിൾ കാണിച്ചെന്നേ ഉള്ളൂ. എന്നാൽ നമുക്ക് ഇതിന്റെ പ്രോബ്ലത്തിലേക്ക് കടക്കുമ്പോൾ അത് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ, സോ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഫാക്ടോറിയൽ ഡിസൈൻ? ഡാറ്റ കളക്ഷൻ വളരെ എഫിഷ്യന്റ് ആണ്. ഇതിനകത്ത് നമ്പർ ഓഫ് എക്സ്പെരിമെന്റ്സിൽ കുറവ് വരുത്തുന്നുണ്ടോ? ഇല്ല, വളരെ എഫിഷ്യന്റ് ആയിട്ട് ഡാറ്റ കളക്ഷൻ നടത്താം, അനാലിസിസ് നടക്കാം, പ്രൊവൈഡഡ് നമ്പർ ഓഫ് എക്സ്പെരിമെന്റ്സ് ആർ ലെസ്. ഇനി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള വേരിയബിൾസ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. ഓക്കെ, ടെമ്പറേച്ചർ ആണോ പ്രഷർ ആണോ സിഗ്നിഫിക്കന്റ് വേരിയബിൾ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. അതുപോലെ തന്നെ ടെമ്പറേച്ചറും പ്രഷറിന്റെയും ഇന്ററാക്ഷൻ എന്താണ്? മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ടെമ്പറേച്ചറിന്റെയും പ്രഷറിന്റെയും ഒരേ സമയം ബോയിലിംഗ് പോയിന്റിലുള്ള ഇന്ററാക്ഷൻ എന്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓക്കെ, സോ അണ്ടർസ്റ്റാൻഡിങ് മെയിൻ എഫക്ട്സ്, അണ്ടർസ്റ്റാൻഡിങ് ഇന്ററാക്ഷൻ. ഓക്കെ, സോ യു ക്യാൻ ഒപ്റ്റിമൈസ് ദ പ്രോസസ്. എന്താണ് ഒരു പ്രോസസ്സിനെ ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? വാട്ടർ ബോയിലിംഗ് ആണ് നമ്മുടെ പ്രോസസ്സ് അല്ലേ? ഇവിടുത്തെ എക്സ്പെരിമെന്റൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ ആണ് അല്ലേ? വാട്ടറിന്റെ ബോയിലിംഗ് ആണ് നമ്മൾ പെർഫോം ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ വാട്ടർ ബോയിൽ ചെയ്ത് അതിനൊരു ഹൈ ബോയിലിംഗ് പോയിന്റിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നു. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുന്ന എന്താണ്? വാട്ട് ഈസ് ദ ഒപ്റ്റിമൈസേഷൻ? ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോസസ് വേരിയബിൾസിലെ ഏറ്റവും ആപ്റ്റ് അല്ലെങ്കിൽ സ്യൂട്ടബിൾ വാല്യൂ കണ്ടുപിടിക്കുക. ഏറ്റവും സ്യൂട്ടബിൾ ആയ ടെമ്പറേച്ചർ എന്താണ്? ഏറ്റവും സ്യൂട്ടബിൾ ആയ പ്രഷർ എന്താണ്? ഏറ്റവും സ്യൂട്ടബിൾ ആയ ടെമ്പറേച്ചർ പ്രഷർ കോമ്പിനേഷൻ എന്താണ്? ഓക്കെ, എന്താണ് ഈ സ്യൂട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്ക് വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തണം. ഓക്കെ, 100 ഡിഗ്രി സെൽഷ്യസിലേക്ക് നമ്മൾ അല്ലെ വാട്ടർ ബോയിലിംഗ് പോയിന്റിലേക്ക് എത്തണം. അപ്പോഴും നമുക്ക് ഇവിടെ ബോയിലിംഗ് നമ്മൾ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമുക്കറിയാം ടെമ്പറേച്ചറിനും പ്രഷറിനും
ബോയിലിംഗ് പോയിന്റിൽ ഒരു വലിയ എഫക്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ആദ്യത്തെ ബോയിലിംഗ് പോയിന്റ് ചിലപ്പോൾ 100 ആയിരിക്കാം. രണ്ടാമത് കിട്ടിയ ബോയിലിംഗ് പോയിന്റ് എത്ര ആയിരിക്കാം? 90°C ആയിരിക്കാം. മൂന്നാമത് കിട്ടിയത് 150 ആയിരിക്കാം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എന്താണ്, സറൗണ്ടിങ് ടെമ്പറേച്ചറും പ്രഷറും വേരി ചെയ്ത് കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിന്റിനെ അത് അഫക്ട് ചെയ്യുമെന്ന് നമുക്കറിയാം. നാലാമത് കിട്ടിയ 145 മറ്റോ ആയിരിക്കാം. അല്ലാതെ എപ്പോഴും 100°C ആണെന്ന് വിചാരിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സറൗണ്ടിങ് ടെമ്പറേച്ചറും പ്രഷറും വേരി ചെയ്ത് നിങ്ങൾ ഈ ബോയിലിംഗ് പോയിന്റ് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത്. അപ്പൊ പല വാല്യൂസ് ആണ് നിങ്ങൾക്ക് കിട്ടിയത്. ഓക്കെ, സോ അപ്പോൾ ഏറ്റവും മിനിമം ബോയിലിംഗ് പോയിന്റ് കിട്ടുന്ന പ്രഷർ ഏതാണ്? ഏറ്റവും മിനിമം ബോയിലിംഗ് പോയിന്റ് കിട്ടുന്ന ടെമ്പറേച്ചർ ഏതാണ്? ഏറ്റവും മിനിമം ബോയിലിംഗ് പോയിന്റ് കിട്ടുന്ന പ്രഷർ ടെമ്പറേച്ചർ കോമ്പിനേഷൻ എന്താണ് എന്നതാണ് നമ്മൾ ഈ DOE മെത്തേഡിലൂടെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത DOE മെത്തേഡ് ഏതാണ്? ഫാക്ടോറിയൽ ഡിസൈൻ. അതിൽ 2 ഫാക്ടോറിയൽ ഡിസൈൻ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒരു സിമ്പിൾ പ്രോബ്ലം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ കൂടെ തന്നെ ചെയ്തു പോവുക. ഓക്കെ, നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ ചെയ്തു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ഒരു സിമ്പിൾ കേസ്, ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഒരു മാനുഫാക്ചറിങ് കമ്പനി, ഓക്കെ, മാനുഫാക്ചറിങ് കമ്പനി വാണ്ട്സ് ടു ഒപ്റ്റിമൈസ് ദ സർഫസ് റഫ്നെസ് ഇൻ എ മെഷീനിങ് പ്രോസസ്. ഓക്കെ, ഒരു മെഷീനിങ് പ്രോസസ്, നിങ്ങൾ ലെയ്ത്തിൽ ഒരു ഷാഫ്റ്റിനെ ടേൺ ചെയ്യുവാണെന്ന് വിചാരിക്കുക. ഷാഫ്റ്റിനെ ടേൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഷാഫ്റ്റിന് ലാർജർ ഡയമീറ്റർ ഉണ്ടായിരുന്നു, അതിനെ സ്മോളർ ഡയമീറ്ററിലേക്ക് കൊണ്ടുപോകുന്നു. ഓക്കെ, അതിനെയാണ് ടേണിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മെഷീനിങ് പ്രോസസ്സിൽ ആ ഷാഫ്റ്റിന്റെ പുറത്ത് കിട്ടുന്ന സർഫസ് റഫ്നെസ്സിനെ ഒപ്റ്റിമൈസ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഷാഫ്റ്റിന്റെ സർഫസ് റഫ്നെസ്സിനെ ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. ഇവിടെ നമ്മൾ 2 ഫാക്ടേഴ്സ് ആണ് വേരി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കട്ടിംഗ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കട്ടിംഗ് സ്പീഡ് എന്ന് പറഞ്ഞാൽ RPM അല്ലെങ്കിൽ എന്താണ്, അതിനെ മീറ്റർ വെലോസിറ്റി ടേംസിൽ എഴുതിയിരിക്കുക. ഓക്കെ, അതിന് 2 വാല്യൂസ് ഉണ്ട്. 100 m/min ഉണ്ട്, അതുപോലെ തന്നെ ഹൈ വാല്യൂ 200 m/min ഉണ്ട്. സിമിലർലി ഫീഡ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂള് വർക്ക് പീസിനോട് മുകളിലൂടെ മൂവ് ചെയ്യുന്ന ആക്ഷനെയാണ് എന്ത് പറയുന്നത്? ഫീഡ് റേറ്റ് എന്ന് പറയുന്നത്. അതിന് 2 വാല്യൂസ് ഉണ്ട്. ലോ 0.1 mm/revolution. സിമിലർലി ഹൈ വാല്യൂ എന്ന് പറയുന്നത് 0.2 mm/revolution. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് 2 ഫാക്ടേഴ്സും ഓരോന്നിനും 2 ലെവൽസും ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ ഡിറ്റർമിൻ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യുവർ ഒബ്ജക്റ്റീവ് ഈസ് ടു ഡിറ്റർമിൻ എഫക്ട് ഓഫ് കട്ടിംഗ് സ്പീഡ് ആൻഡ് ഫീഡ് റേറ്റ് ഓൺ സർഫസ് റഫ്നെസ്. ഓക്കെ, കട്ടിംഗ് സ്പീഡിന്റെയും ഫീഡ് റേറ്റിന്റെയും സർഫസ് റഫ്നെസ്സിലുള്ള എഫക്ട്. ഓക്കെ, അപ്പോൾ കട്ടിംഗ് സ്പീഡാണ് ഫാക്ടർ A, ഫീഡ് റേറ്റ് ആണ് ഫാക്ടർ B. അതിന് സർഫസ് റഫ്നെസ്സിലുള്ള എഫക്ട്. അപ്പൊ സർഫസ് റഫ് ആയിട്ടിരിക്കുന്നതാണോ സർഫസ് റഫ്നെസ് കുറവായിട്ടിരിക്കുന്നതാണോ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്? അല്ലെങ്കിൽ നമുക്ക് ആവശ്യം സർഫസ് റഫ്നെസ് കുറവായിരിക്കണം, സർഫസ് വളരെ സ്മൂത്ത് ആയിരിക്കണം, അതിൽ റഫ്നെസ് ഉണ്ടാവരുത്, ഓക്കെ, എന്നുള്ളതാണ് നമ്മുടെ റിക്വയർമെന്റ്. അല്ലെങ്കിൽ എന്താണ്, സർഫസ് റഫ്നെസ്സിന് നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? സർഫസ് ഫിനിഷ്. ഇപ്പൊ സർഫസ് റഫ്നെസ് കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്? സർഫസ് ഫിനിഷ് കുറഞ്ഞു പോയി. ഓക്കെ, അപ്പൊ സർഫസിൽ ഷൈനിങ് വേണം, സർഫസിൽ ഫിനിഷ് വേണമെങ്കിൽ സർഫസിലുള്ള റഫ്നെസ് കുറയണം. അപ്പൊ നമ്മളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒപ്റ്റിമൈസ് ദ സർഫസ് റഫ്നെസ്. ഇവിടെ ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സർഫസ് റഫ്നെസ് കുറയാൻ അല്ലെങ്കിൽ സർഫസ് ഫിനിഷ് കൂടാൻ വേണ്ടി ഏതെല്ലാം കട്ടിംഗ് സ്പീഡും ഏതെല്ലാം ഫീഡ് റേറ്റ് കോമ്പിനേഷനുമാണ് നമുക്ക് വേണ്ടതെന്നാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണെന്ന് ക്ലിയർ ആയിട്ട് നോക്കാം. എഫക്ട് ഓഫ് കട്ടിംഗ് സ്പീഡ് ആൻഡ് ഫീഡ് റേറ്റ് ഓൺ സർഫസ് റഫ്നെസ്. ഓക്കെ, കട്ടിംഗ് സ്പീഡിന്റെ എഫക്ട് എന്താണ്, ഫീഡ് റേറ്റിന്റെ എഫക്ട് എന്താണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നു. ഇനി കട്ടിംഗ് സ്പീഡിന്റെയും ഫീഡ് റേറ്റിന്റെയും കൂടെ ഇന്ററാക്ഷൻ എന്താണ്, അത് രണ്ടും കൂടെ ഒരേ സമയം വേരി ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നു. മൂന്നാമത്തത് എന്താണ്? ഒപ്റ്റിമൽ ആയിട്ടുള്ള കോമ്പിനേഷൻ, കട്ടിംഗ് സ്പീഡിന്റെയും ഫീഡ് റേറ്റിന്റെയും ഒപ്റ്റിമൽ കോമ്പിനേഷൻ, അതായത് ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ സ്യൂട്ടബിൾ കോമ്പിനേഷൻ. എന്തിനാ? സർഫസ് റഫ്നെസ് മിനിമൈസ് ചെയ്യാൻ അല്ലെങ്കിൽ സർഫസ് ഫിനിഷ് കൂട്ടാനായിട്ടുള്ള ഏറ്റവും ഒപ്റ്റിമൽ കോമ്പിനേഷൻ എന്താണെന്ന് നമ്മൾ നോക്കാൻ പോകും. അതിനെ ഫാക്ടോറിയൽ ഡിസൈൻ അപ്രോച്ച് വെച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, സോ 2 സ്ക്വയർ ഡിസൈൻ ആണ്. കാരണം എന്താണ്? ഇതൊരു 2 സ്ക്വയർ ഡിസൈൻ ആണ്. കാരണം കട്ടിംഗ് സ്പീഡ് ഉണ്ട്, നമ്മുടെ കയ്യിൽ ഫീഡ് റേറ്റ് ഉണ്ട്, അതിന് 2 ലെവൽസ് ഉണ്ട്. അപ്പോൾ 2 സ്ക്വയർ ഡിസൈൻ ആണ്. അപ്പൊ 2 സ്ക്വയർ ഡിസൈൻ ഉപയോഗിച്ച് നമ്മളൊരു സൊല്യൂഷൻ ചെയ്ത് നോക്കാം. അപ്പോൾ കട്ടിംഗ് സ്പീഡിന്റെ
ലോ വാല്യൂ ആദ്യം 4 എക്സ്പെരിമെന്റ് വരും. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 എക്സ്പെരിമെന്റ്. ഇങ്ങനെ ഒരു ടാബുലാർ കോളം ക്രിയേറ്റ് ചെയ്യുന്നു. അതിന്റെ എന്താണ് ടോപ്പിൽ നമ്മൾ എക്സ്പെരിമെന്റ് നമ്പർ, ഇനി കട്ടിംഗ് സ്പീഡിന്റെ വേരിയസ് ലെവൽസ് എഴുതാനുള്ള ഒരു കോളം, ഫീഡ് റേറ്റിന് ഒരു കോളം, ഇനി ഓരോ പ്രാവശ്യവും മെഷർ ചെയ്ത് ഔട്ട്പുട്ടിൽ കിട്ടിയ അല്ലെങ്കിൽ ആ ഷാഫ്റ്റിന് മുകളിൽ കിട്ടിയ സർഫസ് റെഫറൻസിനെ എഴുതാനായിട്ട് മറ്റൊരു കോളം. ഓക്കെ, അപ്പോൾ കട്ടിംഗ് സ്പീഡ് ഏതൊക്കെ വാല്യൂ ആയിട്ട് വേരി ചെയ്യാം? 100ഉം 200ഉം ആയിട്ട് നമുക്ക് വേരി ചെയ്യാം. ഫീഡ് റേറ്റോ? ഫീഡ് റേറ്റ് 0.1 എന്നും 0.2 എന്നും നമുക്ക് വേരി ചെയ്യാം. സിമിലർലി 200 കട്ടിംഗ് സ്പീഡ് ഉപയോഗിക്കുമ്പോഴുള്ള ഫീഡ് റേറ്റ് 0.1 എന്നും 0.2 എന്നും വേരി ചെയ്യാം. ഈ 4 സെറ്റ് ഓഫ് എക്സ്പെരിമെന്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു. കണ്ടക്ട് ചെയ്തിട്ട് ആ ഷാഫ്റ്റിന്റെ സർഫസ് റഫ്നെസ് നമ്മളൊരു സർഫസ് പ്രൊഫൈലോമീറ്റർ ഉപയോഗിച്ച് മെഷർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടി സർഫസിന്റെ റഫ്നെസ് 2.5 മൈക്രോൺസ്. സർഫസിന്റെ റഫ്നെസ് രണ്ടാമത് ഈ കോമ്പിനേഷനിൽ 3 മൈക്രോൺസ്, പിന്നീട് 2 മൈക്രോൺസ് ആൻഡ് 2.8 മൈക്രോൺസ്. ഓക്കെ, ഇങ്ങനെ ചെയ്ത് നമ്മൾ ഇത്രയും ഔട്ട്പുട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇതെല്ലാം ഡേറ്റയാണ്. നമുക്ക് ഒരു 4 സെറ്റ് ഡേറ്റ നമ്മുടെ കയ്യിൽ ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, സോ ഇനി ഈ ഡേറ്റയെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, സോ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എക്സ്പെരിമെന്റ് നമ്പർ 1ൽ നിന്ന് കിട്ടിയ ഔട്ട്പുട്ടിനെ നമ്മൾ y1 എന്നും 2ൽ നിന്ന് കിട്ടിയതിനെ y2 എന്നും y3 y4 എന്നും നമ്മൾ വിളിക്കുന്നുണ്ട്. അതായത് ഈ 2.5 ആണ് y1, 3 ആണ് y2, ഓക്കെ, 2 ആണ് y3 ആൻഡ് y4 എന്ന് പറയുന്നത് 2.8. ഇനി നമ്മൾ മെയിൻ എഫക്റ്റ് ഓഫ് കട്ടിംഗ് സ്പീഡിന്റെ മെയിൻ എഫക്റ്റ് എന്താണെന്ന് നോക്കുക. കട്ടിംഗ് സ്പീഡിന്റെ മാത്രം എഫക്റ്റ് എന്താണെന്ന് നോക്കുക. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. എന്താണ് എഫക്റ്റ് ഓഫ് എ y3 പ്ലസ് y4 ഡിവൈഡഡ് ബൈ 2 മൈനസ് y1 പ്ലസ് y2 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഈ y1 ഉം y2 എല്ലാം ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അതായത് ആവറേജ് ഓഫ് ഹൈ പെർഫോമൻസ് മൈനസ് ആവറേജ് ഓഫ് ലോ പെർഫോമൻസ്. ഓക്കെ, അല്ല ലോ വാല്യൂസ്, ആവറേജ് ഓഫ് ഹൈ വാല്യൂസ് അല്ലേ, അല്ലെങ്കിൽ ആവറേജ് ഓഫ് ഹൈ ലെവൽസ് മൈനസ് ആവറേജ് ഓഫ് ലോ ലെവൽസ്. എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ആവറേജ് ഓഫ് ഹൈ ലെവൽസ് മൈനസ് ആവറേജ് ഓഫ് ലോ ലെവൽസ്. ആവറേജ് ഓഫ് ഹൈ ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിംഗ് സ്പീഡ് ആണല്ലോ എ എന്ന് പറയുന്ന ഫാക്ടർ. എയുടെ ഹൈ ലെവൽസ് ഏതൊക്കെയാന്ന് നോക്കുക. 200 ഉണ്ട്, അതുപോലെ തന്നെ ഇത് രണ്ടും 200ൽ നടത്തിയ എക്സ്പെരിമെന്റ് 3, എക്സ്പെരിമെന്റ് 4. അവിടെ നിന്നുള്ള y വാല്യൂസ് ആണ് നമ്മൾ എടുത്തേക്കുന്നത് y3 y4. അതിന്റെ ആവറേജ് എടുത്തു y3 പ്ലസ് y4 ഡിവൈഡഡ് ബൈ 2. അതിൽ നിന്ന് നമ്മൾ എന്താ സബ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കേണ്ടത്? ആവറേജ് ഓഫ് ലോ ലെവൽസിന്റെ ആവറേജ്. കട്ടിംഗ് സ്പീഡിന്റെ കേസാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. കട്ടിംഗ് സ്പീഡിലെ ലോ ലെവൽസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 100. ഓക്കെ, ഇത് രണ്ടുമാണ് കട്ടിംഗ് സ്പീഡ് ലോ ലെവലിൽ നടത്തിയ എക്സ്പെരിമെന്റുകൾ. ലോ ലെവൽ കട്ടിംഗ് സ്പീഡ് ഉപയോഗിച്ച് നടത്തിയ എക്സ്പെരിമെന്റ് ആണ് 1ഉം 2ഉം. ഓക്കെ, അതിൽ നിന്ന് കിട്ടിയ ഔട്ട്പുട്ട് y1 ഉം y2. സോ y1 ആൻഡ് y2ന്റെ ആവറേജ് നിങ്ങൾ എടുക്കുന്നു. അങ്ങനെ രണ്ട് ആവറേജ് എടുത്തിട്ട് അതിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? മൈനസ് 0.35 എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പൊ ആദ്യത്തെ y3 പ്ലസ് y4 എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് 2 പ്ലസ് 2.8 ഡിവൈഡഡ് ബൈ 2. ഇതാണ് ഫസ്റ്റ്. മൈനസ് 2.5 പ്ലസ് 3 ഡിവൈഡഡ് ബൈ 2. ഇതാണ് സെക്കൻഡ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടും. അത് എത്ര കിട്ടുന്നേ? മൈനസ് 0.35. ഈ മൈനസ് 0.35 കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മെയിൻ എഫക്റ്റ് ഓഫ് എയുടെ ഇൻഫ്ലുവൻസ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കട്ടിംഗ് സ്പീഡ് കൂടിയാൽ റഫ്നെസ് കുറയും. മനസ്സിലാവുന്നോ? കട്ടിംഗ് സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ സർഫസ് റഫ്നെസ് കുറയുന്നു. നെഗറ്റീവ് വാല്യൂ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇൻക്രീസിങ് ദ കട്ടിംഗ് സ്പീഡ്. കട്ടിംഗ് സ്പീഡ് എന്ന് പറയുന്നത് നിങ്ങൾ ലെയ്ത്തിൽ നിങ്ങളുടെ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന RPM നിങ്ങൾക്ക് കട്ടിംഗ് സ്പീഡ് എന്ന് എടുക്കാം. അത് കൂട്ടിക്കഴിഞ്ഞാൽ RPM കൂട്ടിക്കഴിഞ്ഞാൽ സർഫസിലുള്ള റഫ്നെസ് കുറയുന്നു, അല്ലെങ്കിൽ സർഫസിന്റെ ഫിനിഷ് കൂടുന്നു. അതാണ് നിങ്ങൾക്ക് കിട്ടിയത്. ഓക്കെ, അതാണ് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട്. മനസ്സിലാവുന്നോ? ഇനി നമുക്ക് എന്തിന്റെ എഫക്ട് കണ്ടുപിടിക്കാം? ഇപ്പൊ മെയിൻ എഫക്ട് ഓഫ് കട്ടിംഗ് സ്പീഡ് ഡിറ്റർമിൻ ചെയ്തു. ഇനി മെയിൻ എഫക്ട് ഓഫ് ഫീഡ് റേറ്റ് എന്താണെന്ന് ഡിറ്റർമിൻ ചെയ്യാം. അപ്പോൾ കട്ടിംഗ് സ്പീഡിന്റെ കാര്യം മാത്രമേ നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളൂ. കട്ടിംഗ് സ്പീഡ് കൂട്ടിയാൽ റഫ്നെസ് കുറയും. നമ്മളിപ്പോ ഒന്നിനെ കുറിച്ച്, ഫീഡ് റേറ്റിനെ കുറിച്ച് മിണ്ടിയോ? ഇല്ല. ഇനി ഫീഡ് റേറ്റിന്റെ എഫക്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഫീഡ് റേറ്റിന്റെ എഫക്ട് വരുമ്പോൾ നമ്മൾ ഏതൊക്കെ എടുക്കണ്ടേ? മുമ്പ് പറഞ്ഞ ഫീഡ് റേറ്റിന്റെ ആവറേജ് ഹൈ എടുക്കുക. ഫീഡ് റേറ്റിന്റെ ആവറേജ് ഹൈ എടുത്തിട്ട്
അതിൽ നിന്ന് ഫീഡ് റേറ്റിന്റെ ആവറേജ് ലോ കുറച്ചാൽ മതി. ഫീഡ് റേറ്റിന്റെ ആവറേജ് ഹൈ ഏതാണെന്ന് നോക്കാം. നമുക്ക് പഴയ സ്ലൈഡിലേക്ക് പോവാം. ഫീഡ് റേറ്റിന്റെ ആവറേജ് ഹൈ. ഫീഡ് റേറ്റിന്റെ ഹൈ ഏതൊക്കെയാണ്? ദിസ് വൺ ആൻഡ് ദിസ് വൺ. ശരിയാണോ? ഇത് രണ്ടുമാണ് ഫീഡ് റേറ്റിന്റെ ഹൈ. തിരിഞ്ഞു പോകല്ലേ, തെറ്റാനുള്ള സാധ്യതയുണ്ട്. ഫീഡ് റേറ്റിന് ഹൈ വാല്യൂ ഉപയോഗിച്ച് നടത്തിയ എക്സ്പെരിമെന്റ് 2 ഉണ്ട് 4 ഉണ്ട്. ശ്രദ്ധിച്ചു നോക്കുക. ഓക്കെ, 2ഉം 4ഉം. ഇനി ഫീഡ് റേറ്റ് ലോ ആവുന്ന എക്സ്പെരിമെന്റുകൾ ഏതൊക്കെയാണ്? 1ഉം 3ഉം. നോക്കുക, 1ഉം 3ഉം. ഓക്കെ, സോ അവിടുന്ന് കിട്ടിയ ഔട്ട്പുട്ട് എടുക്കുക. അപ്പോഴും നിങ്ങൾ 2ഉം 4ഉടെ ആവറേജ് എടുക്കുന്നു. അതിന്റെ വാല്യൂവിൽ നിന്ന് 1ഉം 3യുടെ ആവറേജ് നിങ്ങൾ സബ്ട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, 2ഉം 4ഉം. സോ ഇവിടെ ചെയ്യേണ്ടത് എന്താണ്? y2 പ്ലസ് y4. ഓക്കെ, y2 പ്ലസ് y4 ഡിവൈഡ് ബൈ 2. ആ കിട്ടിയ വാല്യൂവിൽ നിന്ന് എന്ത് കുറയ്ക്കണം? y1 പ്ലസ് y3 ഡിവൈഡ് ബൈ 2 നിങ്ങൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? മെയിൻ എഫക്റ്റ് ഓഫ് ഫീഡ് റേറ്റ് ബി. ഫീഡ് റേറ്റ് ബിയുടെ എഫക്റ്റ് എന്താണെന്ന് നമുക്ക് കിട്ടുന്നു. അപ്പൊ ഫീഡ് റേറ്റ് ബിയുടെ എഫക്റ്റ് കിട്ടി. എത്ര കിട്ടിയത്? 0.65. ശ്രദ്ധിച്ച് നോക്കുക, 0.65. 0.65 എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് ആണല്ലേ? പോസിറ്റീവ് 0.65 എന്ന് അതിന്റെ അർത്ഥം. പോസിറ്റീവ് വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? നിങ്ങൾ ഫീഡ് റേറ്റ് കൂട്ടിക്കോ. ഫീഡ് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? സർഫസ് റഫ്നെസ് കൂടുന്നു. ഷാഫ്റ്റിന് മുകളിലുള്ള സർഫസ് റഫ്നെസ് കൂടുന്നു. അപ്പൊ നിങ്ങൾ ഒരു കോൺസ്റ്റന്റ് കട്ടിംഗ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഫീഡ് റേറ്റ് കാര്യമായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? കട്ടിംഗ് സ്പീഡ് കോൺസ്റ്റന്റ് ആക്കി വെച്ച് ഫീഡ് റേറ്റ് മാത്രം കൂട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ സർഫസ് റഫ്നെസ് കൂടുന്നു, സർഫസിൽ ഫിനിഷ് കുറയുന്നു. ഇങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇന്ററാക്ഷൻ എഫക്റ്റ്, എയും ബിയും കൂടെ സൈമൾട്ടേനിയസ്ലി എന്ത് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. സോ ഇന്ററാക്ഷൻ എഫക്റ്റ് ഓർ എ ബി എഫക്റ്റ്, എഫക്റ്റ് ഓഫ് കട്ടിംഗ് സ്പീഡ് ആൻഡ് ഫീഡ് റേറ്റ്, രണ്ടിന്റെയും കൂടെ എഫക്റ്റ് എന്താണ്? y1 പ്ലസ് y4 മൈനസ് y2 പ്ലസ് y3 ഡിവൈഡഡ് ബൈ 2 എടുക്കണം. സോ അതെങ്ങനെയാ വന്നിരിക്കുന്നത് നോക്കാം. y1ഉം y4ഉം ഹൈ ആയിരിക്കണം, y2ഉം y3യും അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം. y1ഉം y4ഉം നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ ഈ സ്ലൈഡിലെ മാർക്കിങ്സ് എല്ലാം പറ്റും. y1ഉം y4ഉം നോക്കുക. എന്താ y1ന്റെ y4ന്റെ പ്രത്യേകത? രണ്ട് y1ഉം y4ഉം രണ്ടും ലോ ആയിട്ട് ചെയ്തു. ഏതൊക്കെയാ? കട്ടിംഗ് സ്പീഡും ഫീഡ് റേറ്റും. ഇനി രണ്ടും ഹൈ ആക്കി ചെയ്തു. ഏതൊക്കെയാ? കട്ടിംഗ് സ്പീഡും ഫീഡ് റേറ്റും ഹൈ ആക്കി നമ്മൾ ചെയ്തു. അതാണ് y1ഉം y4. ഇനി അതിൽ നിന്ന് നമ്മൾ കുറയ്ക്കാൻ ശ്രമിക്കുന്ന എന്തൊക്കെയാണ്? y2ഉം y3യും. ഓക്കെ, y2ഉം y3യുടെ പ്രത്യേകത എന്താണ്? ഒന്ന് ലോ ഒന്ന് ഹൈ. ഇവിടെ ഒന്ന് ഹൈ ഒന്ന് ലോ. ഓക്കെ, അങ്ങനെ സിമിലർ കോമ്പിനേഷനിൽ നിന്ന് ഡിഫറെന്റ് കോമ്പിനേഷൻ നമ്മൾ സബ്ട്രാക്ട് ചെയ്തു. അപ്പൊ y3യും y4ന്റെ പ്രത്യേകത നോക്കുക. ലോ ആണ്, ഹൈ ആണ്. ഇവിടെ ഹൈ ആണ്, ഇവിടെ ലോ. ഇത് ഡിസിമിലർ കോമ്പിനേഷൻ ആണ്. ഓക്കെ, അതാണ് സെക്കൻഡ് ടേം ആയിട്ട് വരുന്നത്. ഫസ്റ്റ് ടേമോ സിമിലർ കോമ്പിനേഷൻ, ലോ എടുത്തു, ഹൈ എടുത്തു. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഇക്വേഷൻ നമുക്കൊന്നുകൂടി എഴുതാം. y1 ദാറ്റ് ഈസ് സിമിലർ കോമ്പിനേഷൻ ലോ പ്ലസ് y4 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, y1 പ്ലസ് y4 ഡിവൈഡ് ബൈ 2 മൈനസ് ഏതാ എടുക്കുന്നത്? അത് രണ്ടും ലോ കോമ്പിനേഷനും ഹൈ കോമ്പിനേഷൻ. അതിൽ നിന്ന് ഡിസിമിലർ കോമ്പിനേഷൻ എടുക്കുന്നു. ലോ ഹൈയും ഹൈ ലോയും. ലോ ഹൈ എന്ന് പറഞ്ഞാൽ y2 പ്ലസ് y3 ഡിവൈഡഡ് ബൈ 2 നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എ ബിയുടെ എഫക്റ്റ്. ഓക്കെ, സോ പ്രഷറല്ല, കട്ടിംഗ് സ്പീഡും ഫീഡ് റേറ്റും നിങ്ങൾ ഒരേ സമയം വേരി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് എഫക്റ്റ് ആണ് ഉണ്ടാവുക? അപ്പോഴുള്ള എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ട് എഫക്റ്റേ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, സോ ഇവിടെ നിന്ന് കിട്ടുന്ന ആൻസർ 0.15 ആണ്. അതൊരു പോസിറ്റീവ് വാല്യൂ ആണ്. പക്ഷെ ആ വാല്യൂ സീറോയോട് ക്ലോസർ ആയിട്ട് നിൽക്കുന്നു. ഓക്കെ, അതുകൊണ്ട് അതിന്റെ ഇന്ററാക്ഷൻ എഫക്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു എഫക്റ്റ് ഉണ്ട്, പക്ഷെ അത് വീക്ക് എഫക്റ്റ് ആണെന്ന് മനസ്സിലാവുന്നു. ഓക്കെ, സോ ഇതാണ് ഫാക്ടോറിയൽ ഡിസൈൻ. മനസ്സിലാവുന്നു? ഫാക്ടോറിയൽ ഡിസൈൻ തന്നെ സിമ്പിൾ ആയിട്ടൊരു 2 ഫാക്ടോറിയൽ ഡിസൈൻ ആണ് നമ്മൾ ചെയ്തത്. 2 സ്ക്വയർ ഡിസൈൻ ആണ് ചെയ്തത്. 2 ഫാക്ടർ ഉണ്ട്, 2 ലെവൽസ് ഉണ്ട്. ഇനി 2 ഫാക്ടർ ഉണ്ട്, പക്ഷെ 3 ലെവൽസ് ഉണ്ടായിരുന്നെങ്കിലോ? 2⁻3 എന്ന് പറയുമ്പോൾ എത്രയാണ്?
8 അല്ലെ, 2/3 8 നമ്പർ ഓഫ് എക്സ്പെരിമെന്റ്സ് എടുത്തിട്ട് അതിന്റെ വാല്യൂസ് എല്ലാം നിങ്ങൾ ഇവിടെ അനലൈസ് ചെയ്യേണ്ടതായിരുന്നു. അപ്പോഴത്തേന് എക്സ്പെരിമെന്റ് കൂടുതൽ കോംപ്ലക്സ് ആയിട്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നു. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് ഫാക്ടോറിയൽ ഡിസൈൻ. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സോ ഫാക്ടോറിയൽ ഡിസൈൻ ഉപയോഗിച്ച് നമുക്ക് 3 ഔട്ട്പുട്ടാണ് കിട്ടിയത്. ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ്, കട്ടിംഗ് സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ റഫ്നെസ് കുറയും. രണ്ടാമത് കിട്ടിയ ഔട്ട്പുട്ട് എന്താണ്, ഫീഡ് കൂട്ടിക്കഴിഞ്ഞാൽ റഫ്നെസ് കൂടും. ഓക്കെ, മൂന്നാമത് കിട്ടിയ ഔട്ട്പുട്ട് എന്താണ്, നിങ്ങൾ സ്പീഡും അതുപോലെ തന്നെ ഫീഡ് റേറ്റും ഒരേ സമയം തന്നെ വേരി ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല. ഇങ്ങനെ 3 റിസൾട്ട്സ് 4 എക്സ്പെരിമെന്റിലൂടെ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തു. ഇറ്റ് ഈസ് എ 2 സ്ക്വയർ ഡിസൈൻ, സോ ഇറ്റ് ഈസ് ഈസി ടു ഒബ്റ്റെയിൻ ദ റിസൾട്ട്സ്. അപ്പോൾ ഇതൊരു എന്താണ് 3125, നിങ്ങളൊരു 5 ഡിസൈനാ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനൊക്കുവോ? ഇല്ല, നിങ്ങൾക്ക് എന്താണ് മേ ബി മാസങ്ങൾ എടുത്തേനെ ഈ എക്സ്പെരിമെന്റ് ചെയ്തു തീർക്കാനായിട്ട്, അല്ലെ? 3125 എക്സ്പെരിമെന്റ് ചെയ്ത് പിന്നെ അതിന്റെ എഫക്റ്റ് എല്ലാം കണ്ടുപിടിച്ച് അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒരു കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ നിങ്ങൾ എക്സ്പെരിമെന്റ് കംപ്ലീറ്റ് ചെയ്താൽ തന്നെ ഒരു കമ്പ്യൂട്ടറിന്റെ സഹായം ഇല്ലാതെ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. സോ ഇതാണ് ഫാക്ടോറിയൽ ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇത് കൂടാതെ മറ്റൊരു ഡിസൈൻ കൂടി പഠിക്കാനുണ്ട്, ദാറ്റ് ഈസ് താഗുച്ചി. താഗുച്ചി മെത്തേഡിലൂടെ ഇതേ സെയിം പ്രോബ്ലം താഗുച്ചി മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, പക്ഷെ അതിന്റെ ബേസിക്സ് എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഈ താഗുച്ചി മെത്തേഡ് മെയിൻലി വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, രണ്ട് ഫീച്ചേഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. ഒന്നാമത്തെ ഓർത്തോഗണൽ അറേസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. രണ്ടാമതെന്ന് പറഞ്ഞാൽ എന്താണ്, സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഈ 2 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനൊക്കത്തുള്ളൂ, താഗുച്ചി മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ഇൻവെന്റ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേരാണ് ജെനിഷി താഗുച്ചി. അതുകൊണ്ടാണ് താഗുച്ചി ഓർത്തോഗണൽ മെത്തേഡ് എന്ന് ഇതിനെ അറിയപ്പെടുന്നത്. ഇതൊരു അഡ്വാൻസ്ഡ് DOE ടെക്നിക്കാണ്. ഓക്കെ, നമ്പർ ഓഫ് എക്സ്പെരിമെന്റ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കൂടുതലാണ്, ഫാക്ടേഴ്സിന്റെ ലെവൽസ് കൂടുതലാണെങ്കിലും വലിയ കാര്യമായിട്ട് നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ വരുന്നില്ല. മിനിമം നമ്പർ ഓഫ് എക്സ്പെരിമെന്റൽ ട്രയൽസിലൂടെ നമുക്കൊരു റോബസ്റ്റ് സിസ്റ്റം ഉണ്ടാക്കാനൊക്കെ. റോബസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇന്ന് കിട്ടിയ ഔട്ട്പുട്ട് തന്നെ നാളെ കിട്ടും, അതിനകത്ത് ഒന്നും വ്യത്യാസം വരാൻ ഒരു സാഹചര്യമില്ല. എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസുകൾ കുറഞ്ഞ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടാൻ പറ്റും. അതുപോലെ റെഡ്യൂസിങ് സിസ്റ്റത്തിലെ വേരിയേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഒപ്റ്റിമൽ പെർഫോമൻസ് കിട്ടുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ലെവൽസും ഫാക്ടേഴ്സും എങ്ങനെ ചൂസ് ചെയ്യുന്നു? യു ഹാവ് ടു ഒപ്റ്റിമൈസ് എ റെസ്പോൺസ് വൈൽ മിനിമൈസിങ് വേരിയബിലിറ്റി. എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മുമ്പിലത്തെ പ്രോബ്ലം എടുക്കുകയാണെങ്കിൽ അതേ സർഫസ് റഫ്നെസ് കുറയ്ക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. യു ഹാവ് ടു ഒപ്റ്റിമൈസ് ദ റെസ്പോൺസ്. റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സർഫസ് റഫ്നെസ്. ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, സർഫസ് റഫ്നെസ് കുറയ്ക്കുക അല്ലെങ്കിൽ സർഫസ് ഫിനിഷ് കൂട്ടുക. ഫാക്ടേഴ്സ് എങ്ങനെ ചൂസ് ചെയ്യുന്നു? നമ്മൾ കട്ടിംഗ് സ്പീഡും ഫീഡ് റേറ്റുമാണ് നമ്മുടെ ഫാക്ടേഴ്സ്. അതിന് 2 ലെവൽസ് നമ്മൾ എടുക്കുന്നു. അങ്ങനെ നമുക്ക് നാളെ ഇതിന്റെ ഒരു സെയിം പ്രോബ്ലം നമ്മൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെയും നമ്മളുടെ ഫാക്ടോറിയൽ ലെവൽസ് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഫാക്ടർ എ കട്ടിംഗ് സ്പീഡിന് 2 ലെവൽസ് എടുക്കുന്നു, 1ഉം 2ഉം. ഓക്കെ, അതുപോലെ തന്നെ ഫാക്ടർ ബി ഫീഡ് റേറ്റിന് അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ടേബിൾസിന് നമ്മൾ എന്ത് പറയുന്നത്, ഓർത്തോഗണൽ അറേസ് എന്ന് പറയുന്നത്. ഇതൊരു ബാലൻസ്ഡ് ഡിസൈൻ ആണ്. ഓക്കെ, സോ യു ക്യാൻ സോൾവ് ദീസ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ്. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ടു ഐഡന്റിഫൈ മെയിൻ എഫക്ട്സ് ആൻഡ് ഇന്ററാക്ഷൻ എഫക്ട്സ് എഫിഷ്യന്റ്ലി. ഇതൊരു L4 ഓർത്തോഗണൽ അറേ. L4 എന്ന് പറയുന്നത് എന്താണ്, 4 നമ്പർ ഓഫ് എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്യേണ്ട ഒരു ഓർത്തോഗണൽ അറേ മെത്തേഡാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ട്സ് ആണ് വളരെ ബെറ്റർ ആയിട്ടുള്ളത്. ഇവിടെ നമ്പർ ഓഫ് എക്സ്പെരിമെന്റ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടത് സെയിം ആണ്. ഓക്കെ, എത്ര 4 നമ്പർ ഓഫ് എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു. പക്ഷെ ഇവിടുന്ന് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഉപയോഗിച്ച് നമ്മൾ റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു.
സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഉപയോഗിച്ച് നമ്മൾ റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട്സ് നമുക്ക് ഇവിടെ കിട്ടാനായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട് ഇതേ പ്രോബ്ലം തന്നെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഓക്കെ യു ക്യാൻ ഫൈൻഡ് ഹൈ കട്ടിംഗ് സ്പീഡും അതുപോലെ തന്നെ ലോ ഫീഡ് റേറ്റുമാണ് എന്ത് ചെയ്യേണ്ടത് ബെസ്റ്റ് കോമ്പിനേഷൻ. ഹൈ കട്ടിംഗ് സ്പീഡും ലോ ഫീഡ് റേറ്റും. നമുക്ക് ഫാക്ടോറിയൽ ഡിസൈൻ ചെയ്തപ്പോൾ എന്താ കിട്ടിയത്? കട്ടിംഗ് സ്പീഡ് കൂട്ടിയാൽ കൊള്ളാം, ഫീഡ് റേറ്റ് കുറയുന്നതാണ് നല്ലത്. അതേ റിസൾട്ട് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. പക്ഷേ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് അല്പം ഡിഫറെന്റ് ആണ്. ഓർത്തോഗണൽ അറേസും സിഗ്നൽ നോയ്സ് റേഷ്യോയും കൂടെ ചേർന്നിരിക്കുന്ന ഒരു മെത്തേഡാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നാളെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫാക്ടോറിയൽ ഡിസൈൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വരണം. നാളെ അല്ല, അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ഡിറ്റർമിൻ ചെയ്യും? താഗുഷി മെത്തേഡ് ഉപയോഗിച്ച് ഈ സെയിം പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ഡിസൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടൊരു മെത്തേഡാണ് ഈ താഗുഷി മെത്തേഡ്. ഓക്കെ, സോ മറ്റ് ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡൻസ് ചാറ്റ് ബോക്സിൽ എൻ്റർ ചെയ്യാം. Thank you, sir.